അടുത്ത ഹൈലൈറ്റിന്റെ സെക്കൻഡ് പോർഷനിലേക്ക് പോവാണ്. ഹോസ്റ്റ് ലിസ്ണർ എന്ന് പറഞ്ഞിട്ടൊരു പോർഷനാണ്. അപ്പം നമ്മൾ ഈ ഹൈലൈറ്റഡ് ഡയറക്ടറിനകത്ത് ഹോസ്റ്റ് ലിസ്ണർ ആഡ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ഹോസ്റ്റ് ലിസ്ണർ ആഡ് ചെയ്യാൻ പോവാണ്. മൗസ് ഓവർ ഏതൊക്കെ ഈവൻ മൗസ് ഓവർ കീപ്പ് സ്പീഡ് ഡൗൺ അങ്ങനെ ക്ലിക്ക് അങ്ങനെ പല ഏതൊക്കെ ഈവൻസ് ഉണ്ടോ ഈവൻസിന് ഈ ലിസൺ ചെയ്യും. അപ്പം അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്ന പേര് മൗസ് ഓവർ തന്നെ ആണോ എന്നല്ല, ഈ ഹോസ്റ്റ് ലിസ്റ്ററിനകത്ത് കൊടുക്കുന്ന പേര് കറക്റ്റ് ആയിരിക്കണം. പക്ഷെ താഴെ കൊടുക്കുന്ന ഫംഗ്ഷന്റെ പേര് ദാറ്റ് ക്യാൻ ബി ഡിഫറെന്റ്. ഈസ് ഹൈലൈറ്റഡ് ഇസ് ഈക്വൽ ടു ട്രൂ എന്ന് ഞാൻ കൊടുക്കണം. ആൻഡ് നമുക്കൊരു കാര്യം കൂടി ഇവിടെ മാറ്റണം. നമുക്ക് എന്നിട്ട് ചൈൽഡ് കമ്പോണന്റിൽ പോയിട്ട് നമ്മൾ ഈ ഹൈലൈറ്റഡ് ഇസ് ഈക്വൽ ടു ട്രൂ എന്ന് പറയുന്ന സംഭവം ഞാൻ എടുത്ത് മാറ്റുകയാണ്. എടുത്ത് മാറ്റിയതിന് ശേഷം whenever ഞാൻ ഇവിടെ മൗസ് ഓവർ ചെയ്യുന്ന സമയത്ത് സ്മോൾ അത് ആ ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ മൗസ് ഓവർ ചെയ്യുന്ന സമയത്ത് യു ക്യാൻ സീ ദാറ്റ് അത് ഹൈലൈറ്റഡ് ആയി, ആ ക്ലാസ് ആഡ് ആയി, അത് ഹൈലൈറ്റഡ് ആയി. ഒന്നുകൂടെ റിഫ്രഷ് ചെയ്ത് കാണിച്ചാൽ ഇവിടെ എമിറ്റ് ബാക്കും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മൗസ് ഔട്ടിന്റെ സമയത്ത് നമ്മൾ ഹൈലൈറ്റ് ഫോൾസ് ആക്കി കൊടുക്കണം. അപ്പം ഇതിനകത്ത് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. ഒരു ഔട്ട്പുട്ട് ഈവന്റിനെ നമുക്ക് എടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഇസ് ഈക്വൽ ടു വേറൊരു കാര്യം കൊണ്ട് നോക്കിക്കോട്ടെ. നോക്കാം. ഒരു ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു ഹൈലൈറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ചെയ്യാൻ പോകുന്ന മൗസ് ഓവർ ആവുന്ന സമയത്തോ അല്ലെങ്കിൽ മൗസ് ഓവർ ആവുന്ന സമയത്തോ അല്ലെങ്കിൽ മൗസ് ഓവർ ആവുന്ന സമയത്ത്
ഞാനിവിടെ മൗസ് ഓവറിനകത്ത് ഈ വാല്യൂ എമിറ്റ് ചെയ്യാണ്. ആൻഡ് ദിസ് ഹൈലൈറ്റ് എന്ന് പറയുന്ന സംഭവത്തിന് ചൈൽഡ് കമ്പോണന്റിനകത്ത് ഒരു റീഡറും വേണം. ആ ഹൈലൈറ്റിനകത്ത് ഹൈലൈറ്റ് ഹൈലൈറ്റ് വാല്യൂ ഹൈലൈറ്റ് വാല്യൂ ഇവിടെ വാല്യൂ വരേണ്ടതാണ്. Process of window.keydown.ender $of event key down ഇങ്ങനെ നമുക്ക് ലിസ്റ്റ് ഓഫ് ഈവൻസ് എഴുതാൻ പറ്റും. ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നതിനകത്ത് ഔട്ട്പുട്ട് ഈവന്റ് എന്താ എടുക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും എടുക്കേണ്ടതാണ്. ഇപ്പോൾ അൺസേവ് ആയിട്ടുണ്ടല്ലോ.
അത് ഏതോ ഒരു ഫയലിൽ സേവ് ആകാതിരുന്നതാണ്. നമുക്കിവിടെ ഈവൻ്റ് ഹൈലൈറ്ററിനകത്ത് ഇൻപുട്ടും അതുപോലെ തന്നെ ഔട്ട്പുട്ടും അതുപോലെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതൊന്ന് റിമൂവ് ചെയ്ത് നോക്കുകയാണ്. ട്രൂ വരുന്നുണ്ട്. ഐ തിങ്ക് ഇടയ്ക്ക് എന്തോ വാല്യൂസ് ഞാൻ എന്തോ ഫയല് സേവ് ആകാതെ പോയത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഔട്ട്പുട്ട് ഒരു ഇവന്റ് എമിറ്റർ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് മൗസ് ഓവറിൽ ഞാനത് എമിറ്റ് ചെയ്യുന്നു. എമിറ്റ് ചെയ്തിട്ട് ചൈൽഡ് കമ്പോണന്റ് പോയിട്ട് ചൈൽഡ് കമ്പോണന്റ് ഡോട്ട് HTML ആ എമിറ്റർ വാല്യൂവിനെ നമ്മൾ എമിറ്ററിന്റെ ഹാൻഡ്ലർ ഔട്ട്പുട്ട് ഈവന്റ് ഹാൻഡ്ലർ എഴുതിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു കൺസോൾ ലോഗ് ഫംഗ്ഷൻ മാത്രമാണ് ചെയ്യുന്നത്. ഡയറക്റ്റീവ് ആണെങ്കിലും കമ്പോണൻസ് ആണെങ്കിലും ഏകദേശം ഒരേ ഫങ്ഷണാലിറ്റി തന്നെയായിരിക്കും യൂസ് ആവുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ഈ ഇത്രയും ഭാഗത്ത് വന്നത്. ഇപ്പം ഹോസ്റ്റ് ലിസ്ണർ ഹോസ്റ്റ് ബൈൻഡിങ് ഇത് രണ്ടും ഡയറക്റ്റീവ്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പോർഷൻസ് ആണ്. നമുക്ക് ഡയറക്റ്റീവ്സ് എഴുതണമെന്നുണ്ടെങ്കിൽ എഴുതാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണത്.